നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ സന്നിധാനം എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെയാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാത്രി ചങ്ങനാശ്ശേരി പെരുന്നലയുള്ള വീട്ടിലെത്തിയാണ് പോലീസ് പിടികൂടിയത്. ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാവരും തന്നെ ചിന്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഈ കേസിൻ്റെ എല്ലാ അന്വേഷണങ്ങളും അവസാനിപ്പിക്കും എന്ന് തന്നെയായിരുന്നു. പക്ഷേ അവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ അതിശക്തമായ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് ഇയാളെയും പിടികൂടേണ്ടി വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അവസാനിക്കുമായിരുന്നു. മുരാരി ബാബു ഒരു ചെറിയ മീനല്ല. മുരാരി ബാബു വലിയൊരു സംവിധാനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. ഇയാൾക്ക് ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായും സമുദായ സംഘടനകളുമായും പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിലെ ഉന്നതരുമൊക്കെ തന്നെ വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിവാദം ഉണ്ടായ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങൾ സമീപിച്ചപ്പോൾ ഇയാൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചത്. എപ്പോഴും തൻ്റെ ഭാഗം വളരെ കൃത്യമായി ന്യായീകരിക്കുന്നതിൽ ഇയാൾ വളരെ അഗ്രഗണ്യനായിരുന്നു എന്ന് നമുക്ക് അന്നത്തെ ഇയാളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമായിരുന്നു. തനിക്ക് സമുദായ സംഘടന NSSലുള്ള സ്വാധീനം, സർക്കാരിലുള്ള സ്വാധീനമൊക്കെ തൻ്റെ രക്ഷയ്ക്കെത്തും എന്ന് തന്നെയാണ് ഇയാൾ കരുതിയിരുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഇപ്പോൾ മുരാരി ബാബുവിനെയും ഒടുവിൽ പോലീസിന് പിടികൂടേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുരാരി ബാബു ഇനി എന്തൊക്കെയാണ് പോലീസിനോട് വെളിപ്പെടുത്താൻ പോകുന്നത് എന്ന് തന്നെയാണ്. മുരാരി ബാബുവിന് മാത്രമാണ് ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാളും കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്താനുള്ളത് എന്നുള്ളതാണ് വാസ്തവം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായിരുന്നു എങ്കിൽ മുരാരി ബാബു ആകട്ടെ ശക്തനായ സന്നിധാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു. മുരാരി ബാബു അറിയാതെ അവിടെ ഒരു കാര്യങ്ങളും നടക്കുകയില്ലായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. മുരാരി ബാബു 2019 സന്നിധാനത്തെ സുപ്രധാന പദവിയിലിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഈ സ്വർണമെല്ലാം പുറത്തേക്ക് പോയിരിക്കുന്നത്. മുരാരി ബാബുവിന് നന്നായിട്ട് അറിയാമായിരുന്നു മദ്യവ്യവസായ വിജയ് മല്യ അവിടെ കൊണ്ടു കൊടുത്ത സ്വർണം അവിടെ എവിടെയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ രേഖകളിലും മഹസറിലാണെങ്കിലും കത്തുകളിലും എല്ലാത്തിലും മുരാരി ബാബു വളരെ തന്ത്രപൂർവ്വം ചെമ്പ് എന്ന് തന്നെയാണ് എഴുതി ചേർത്തിരുന്നത്. ഇത് ഈ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെന്നല്ല പറയേണ്ടത്, കടുത്ത അഴിമതി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് മുൻകൂട്ടി വളരെ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഇവർ കാര്യങ്ങൾ നടത്തിയിരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഇത്. അന്നന്ന് ഭരിക്കുന്ന ദേവസ്വം ഭരണാധികാരികളെ ഒപ്പം നിർത്തി ഇവർ നടത്തിയിട്ടുള്ളത് വലിയൊരു കൊള്ള തന്നെയാണ്. നമ്മളെല്ലാവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വലിയ കള്ളൻ എന്ന് കരുതിയിരുന്നു എങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 100 ഇരട്ടി വലിയ കള്ളനാണ് ഇപ്പോൾ പിടിയിലായ ഈ മുരാരി ബാബു എന്നുള്ള കാര്യമാണ് കൂടുതൽ ദിവസങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇയാളെ ഇനി ഒഴിവാക്കാൻ കഴിയുകയില്ല. അടുത്ത ഘട്ടമായി ഇയാളുടെ വെളിപ്പെടുത്തലുടെ അടിസ്ഥാനത്തിൽ ദേവസ്വത്തിലെ ഉന്നതരായിരുന്ന, അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റോ മെമ്പറോ ഒക്കെ ആയിരുന്ന ആരെയൊക്കെയാണ് പിടികൂടാൻ പോകുന്നത് എന്നുള്ളിടത്താണ് ഇനിയുള്ള പ്രധാനപ്പെട്ട ചോദ്യം. മുരാരി ബാബുവിൻ്റെ പ്രതാപകാലത്ത് ആർക്കും അയാളെ ചോദ്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു. സാധാരണ ഇത്തരത്തിലുള്ള ഈ ക്രമക്കേടുകൾ നടത്തുന്ന ആളുകളൊക്കെ തന്നെ ചെയ്യുന്ന എല്ലാ വിദ്യകളും മുൻകരുതലുകളും മുരാരി ബാബു നേരത്തെ സ്വീകരിച്ചിരുന്നു. ഒരു സമുദായ സംഘടനയുടെ, അതായത് NSSൻ്റെ പെരുന്നയിലെ ഒരു ഭാരവാഹിയായി ഇയാൾ മാറിയിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം, ക്രമക്കേട് കാണിച്ച് പിടിയിലാകേണ്ടി വന്നാൽ താനൊരു സമുദായ സംഘടനയുടെ പിൻബലമുള്ള ആളാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സർക്കാരിനെ ഇവരെ തൊടാൻ എപ്പോഴും പേടിയായിരിക്കും. നമ്മുടെ നാട്ടിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ഭരിച്ചാലും സമുദായ സംഘടനകളെ അവർക്കെന്നും ഭയം തന്നെയായിരിക്കും. കാരണം വോട്ട് ബാങ്ക് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മുരാരി ബാബു എന്നും വിശ്വസിച്ചിരുന്നത് തനിക്ക് തൻ്റെ സമുദായ സംഘടനയുടെ പിൻബലമുണ്ടാകും എന്ന് തന്നെയാണ്. പക്ഷേ മുരാരി ബാബു കുഴപ്പക്കാരനാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതോടെ NSS അയാളെ പൂർണ്ണമായും കൈയൊഴിയുകയായിരുന്നു. പിന്നീട് ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റ് ഉണ്ടാകാം എന്നുള്ള നിലയിലായിരുന്നു മുരാരി ബാബു കഴിഞ്ഞത്. ഇയാളെ ഹരിപ്പാട്ട് ജോലി ചെയ്യുന്ന പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് രാത്രിയിൽ പോലീസ് എത്തി ഇയാളെ പിടികൂടി തിരുവനന്തപുരത്ത് എത്തിക്കുന്നതും ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. മുരാരി ബാബുവിൻ്റെ വാക്കുകളാണ് ഇനി പോലീസ് ഏറെ ശ്രദ്ധിക്കേണ്ടത്. ഇയാൾ ആരുടെയൊക്കെ പേര് വിളിച്ച് പറയും, എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന വ്യക്തികളും ഇയാളും തമ്മിലുള്ള ബന്ധമെന്താണ്, ഇനിയും അജ്ഞാതരായി നിൽക്കുന്ന ഒരുപാട് കച്ചവടക്കാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെയൊക്കെ തന്നെ ബന്ധിപ്പിക്കുന്ന മുഖ്യ കണ്ണികളിൽ ഒരാൾ ഈ മുരാരി ബാബു തന്നെയാണ്. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാളും ഇക്കാര്യത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൊയ്തെടുത്തതും മുരാരി ബാബു തന്നെയായിരിക്കാം. ദേവസ്വം ബോർഡിലെ ഉന്നതരായ പലരും ഇതിനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് തുല്യമായ പദവിയിലായിരുന്നു ഈ മുരാരി ബാബു സന്നിധാനത്ത് ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനും രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം തനിക്കൊപ്പം നിർത്താനും എല്ലാ കാലത്തും മുരാരി ബാബു ഏറെ ശ്രദ്ധിച്ചിരുന്നു.
അതുതന്നെയാണ് ഈ സ്വർണത്തെ ചെമ്പാക്കി മാറ്റാനുള്ള ഇയാളുടെ ഈ ജാലവിദ്യയ്ക്ക് എക്കാലവും തുണയായിരുന്നതും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾ ഏറ്റുവാങ്ങി കൊണ്ടുപോയതിനു ശേഷം 39 ദിവസം കഴിഞ്ഞാണ് അയാൾ അത് തിരികെ എത്തിച്ചത്. എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നുള്ള ചോദ്യം അവിടുത്തെ സന്നിധാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചിട്ടില്ല. മാത്രം ഇയാൾ കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികളുടെ തൂക്കം നോക്കി അങ്ങോട്ട് കൊണ്ടുപോയ സ്വർണവും തിരികെ എത്തിച്ചതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യവും മുരാരി ബാബു പരിശോധിച്ചിട്ടേയില്ല. ഈ സ്വർണ്ണപ്പാളികൾ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് തന്നെ നവീകരിക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ നേരെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ ഇവരെല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. ആരുടെ വാഹനത്തിലാണ് ഇത് കൊണ്ടുപോയത് എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. ഇതെല്ലാം മുരാരി ബാബുവിന് വളരെ കൃത്യമായി അറിയാം. ഇത് സംബന്ധിച്ചുള്ള ഗ്രാൻഡ് ഡിസൈൻ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് മുരാരി ബാബുവിൽ നിന്ന് മാത്രമേ പോലീസിന് ചോദ്യം ചെയ്താൽ അറിയാൻ കഴിയുകയുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ പോലീസ് എങ്ങനെ ചോദ്യം ചെയ്ത് ഇയാളിൽ നിന്ന് വസ്തുതകൾ വെളിപ്പെടുത്തും, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കാരണം ഈ മറവിൽ നിൽക്കുന്ന സംരക്ഷകന്മാർ ഇപ്പോഴും ഒരുപക്ഷെ മുരാരി ബാബുവിന് വേണ്ടി അയാളെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ രക്ഷിക്കാൻ എത്തുമോ എന്നുള്ള സംശയവും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. കാരണം ഇത് കേരള പോലീസാണ്. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിൻ്റെ അനാവശ്യമായ സ്വാധീനം എല്ലാ മേഖലകളിലും അവർ ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞാണ്. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇനിയും ഉണ്ടാകുമോ എന്ന് സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഹൈക്കോടതിയുടെ ഇടപെടൽ തന്നെയാണ്, അല്ലെങ്കിൽ ഹൈക്കോടതി നിരീക്ഷണം എപ്പോഴും തങ്ങളുടെ മേലുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ SITയെ ഇപ്പോഴും ഇയാളെ പോലെയുള്ള പ്രധാനപ്പെട്ട കണ്ണികളെ അറസ്റ്റ് ചെയ്യാൻ ഒടുവിൽ നിർബന്ധിതരാക്കിയത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഏതായാലും സ്വർണം മോഷ്ടിച്ചു എന്നുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്കൊരിക്കലും സ്വർണം മോഷ്ടിക്കാൻ കഴിയുകയില്ല. ഈ മോഷണ സംഘത്തിൽ മുരാരി ബാബു ഉൾപ്പെടെയുള്ള വലിയൊരു സംഘമുണ്ട് എന്നുള്ളത് ഇതോടുകൂടി വളരെ കൃത്യമായി മനസ്സിലാക്കാൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടി വരും. ഈ ദ്വാരപാലക ശില്പങ്ങളൊക്കെ തന്നെ പുറത്തെടുത്ത് കൊണ്ടുപോയതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് യഥാർത്ഥത്തിലുണ്ടായിരുന്നത്, എത്ര തവണ ഇവർ സ്വർണ്ണം ഇവിടുന്ന് മാറ്റി, ഇതിനെക്കുറിച്ചൊക്കെ ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന വ്യക്തി മുരാരി ബാബു തന്നെയാണ്. പക്ഷേ ആദ്യകാലം മുതൽ തന്നെ ഇയാൾ തൻ്റെ ഭാഗം ന്യായീകരിക്കാനാണ് എപ്പോഴും ശ്രമിച്ചിരുന്നത്. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും മെമ്പർമാരും ഒക്കെ തന്നെ അവരുടെ ഭാഗം കൈയൊഴിയാൻ ശ്രമിച്ചിരുന്നു. ഇങ്ങനെ ഒരു പരസ്പര സഹായ സഹകരണ സംഘമായി പ്രവർത്തിച്ചിരുന്ന ഈ ആളുകളെല്ലാം തന്നെ ഒടുവിൽ പിടി വീഴും എന്ന് കണ്ടപ്പോൾ മറ്റാരുടെയെങ്കിലും ചുമലിൽ ചാരി, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം തലയിൽ വെച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവിലും നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അവിടെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഒന്ന് മാത്രമാണ് ഇവരെല്ലാവരും പിടികൂടാൻ സാധിച്ചത്. ഇനി എത്ര മുരാരി ബാബുമാർ ദേവസ്വം ബോർഡിലും സർക്കാരിൻ്റെ മറ്റ് പല സ്ഥാപനങ്ങളുമൊക്കെ അവശേഷിക്കുന്നുണ്ട്? ഇവരുടെ ഇടനിലക്കാരാരാണ്? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അജ്ഞാത കരങ്ങൾ ആരാണ്? ഇനിയും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരുപാട് വ്യക്തിത്വങ്ങൾ, അത് കേരളത്തിന് പുറത്തുള്ളവർ, ഇവരൊക്കെ ആരാണ് എന്നുള്ളതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, നമ്മൾ ഇവിടെ ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രത്യേക കേരള പോലീസ് ഇവർക്കെല്ലാം യഥേഷ്ടം പുറത്ത് വിഹരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും നീണ്ട ഒരു കാലയളവ് ഈ സ്വർണ്ണം മോഷ്ടിച്ചു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്കെല്ലാം തന്നെ തെളിവ് നശിപ്പിക്കാനും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും കൃത്യമായി കേരള സർക്കാർ ഒരുക്കി കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ എന്തൊക്കെ തെളിവുകളൊക്കെ നശിപ്പിച്ചതെന്ന് അറിയാൻ കഴിയുകയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുമ്പോൾ പോലും അവിടെയും എന്തൊക്കെയോ സാധനങ്ങൾ വാരിക്കൂട്ടിയിട്ട് കത്തിച്ചതിൻ്റെ തെളിവുകൾ ലഭിച്ചിരുന്നു. എത്ര തെളിവുകൾ ഇവർ നശിപ്പിക്കാൻ ശ്രമിച്ചാലും മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉൾപ്പെടെയുള്ളവരെ കൃത്യമായി ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ തട്ടിപ്പുകാരെയും കൃത്യമായി പിടികൂടാൻ പറ്റും. ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാൾ വലിയൊരു കള്ളം തന്നെയാണ് ഈ മുരാരി ബാബു എന്ന് ഓരോ പ്രവൃത്തികളിലൂടെയും ഇയാൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് കേരള പോലീസിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ. പക്ഷേ അവർ ഒരു കാര്യം ഓർക്കുക, ഹൈക്കോടതി നിരീക്ഷണം എപ്പോഴും അവരുടെ മേലുണ്ടായിരിക്കും. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉടായ്പ കാണിച്ച് ആരെങ്കിലും ഒരാളിന് പ്രതികർത്ത് രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പിടികൂടാൻ ഹൈക്കോടതിയുടെ ഇടപെടലൊന്നും മാത്രമായിരിക്കും കാരണം എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥാപനം ജുഡീഷ്യറി മാത്രമാണ്. അതിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് മുരാരി ബാബു ഇപ്പോൾ അകത്തായിരിക്കുന്നത്.